ഹായ് ഗായ്സ്, എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മൈ നെയിം ഈസ് ശിൽപ സുഗു ആൻഡ് ആം എ ക്യാബിൻ ക്രൂ. ഇന്നത്തെ വീഡിയോ ക്യാബിൻ ക്രൂ റിലേറ്റഡ് ആയിട്ടുള്ളത് ഒന്നുമല്ല കേട്ടോ, മറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ, എനിക്കങ്ങനെ തോന്നി. ലൈഫിൽ അഡൽട്ട്ഹുഡിൻ്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗണോ ഇൻസെക്യൂരിറ്റീസോ ആങ്സൈറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലെങ്കിൽ ഒബ്വിയസ്ലി ഐ ക്യാൻ ഹെൽപ്പ്. അതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ തരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഈ ഇൻസെക്യൂരിറ്റീസോ നിങ്ങളുടെ ഇഷ്യൂസോ ഇതൊന്നും ചെന്ന് പറയരുത് കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കാര്യം ചെന്ന് പറയുന്ന സമയത്ത് അവർ കേട്ടിരിക്കും, നമുക്ക് ടെമ്പററി ആയിട്ട് അവരൊരു ആശ്വാസം തരും, നമുക്ക് ചായാനൊരു തോളായിട്ടൊക്കെ ഒരു മാറും. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അവർക്ക് ഇതെല്ലാം കേട്ടിരിക്കാൻ നല്ല രസമായിരിക്കും, അവർ നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുമായിരിക്കും, ഇവൻ അവർ ജഡ്ജ് പോലും ചെയ്യില്ല നമ്മളെ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടിരുന്നവരായിരിക്കും അവർ. അപ്പോൾ നമുക്ക് അവരോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നാം, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് നമ്മൾ വെറും വേസ്റ്റ് ആയിട്ടൊക്കെ തോന്നാം. കാരണം അവർ നമ്മുടെ നെഗറ്റീവ് സൈഡും നമ്മുടെ ഇൻസെക്യൂരിറ്റീസും ഇമോഷണൽ പ്രോബ്ലംസും മാത്രം കേട്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് നമ്മുടെ റിയാലിറ്റി, നമ്മുടെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് ഇതൊന്നും അവർക്കറിയില്ല. നമ്മൾ ചെന്ന് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഒരാളുടെ ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ അവർ നമ്മൾ മുതലെടുക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്ത് ഇതെല്ലാം ഷെയർ. സോ ഓൾറെഡി അവർക്ക് നിങ്ങൾ അറിയാവുന്ന കാരണം കൊണ്ട് അവർ നിങ്ങളെ അങ്ങനെ ജഡ്ജ് ഒന്നും ചെയ്യില്ല. അതല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഓൺ എ ഡയറി, അല്ലെങ്കിൽ യു ക്യാൻ ടോക്ക് യുവർ സെൽഫ്. അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. ബൈ.